ശബരിമല സ്വർണ്ണമോഷണ കേസിൽ പത്മകുമാറിന്റെ മൊഴിയെടുക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പത്മകുമാർ. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, രാവിലെ മുതലാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോഴെന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനം ഉൾപ്പെടുന്നതാണ് പോലീസ് ആസ്ഥാനം. ഇവിടെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഈ മൊഴിയെടുക്കൽ തുടരുന്നത്. ഇതിൽ അന്വേഷണ സംഘ തലവൻ ആയിട്ടുള്ള എച്ച് വെങ്കടേഷിന്റെയും അതോടൊപ്പം തന്നെ SP ശശിധരന്റെയും ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മൊഴിയെടുക്കൽ ഇവിടെ തുടരുന്നത്. ഇതിൽ പ്രധാനമായും ഈ N വാസു നൽകിയിട്ടുള്ള മൊഴി അതിൽ പത്മകുമാറിന്റെ അറിവോടുകൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ മൊഴിയെടുക്കലിൽ ചോദിച്ചറിയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ഈ മൊഴിയെടുക്കലിൽ അന്വേഷണ സംഘം ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയാണ് പത്മകുമാർ ആറന്മുളയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഉടൻ തന്നെ ഇതിൽ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെയാണ് പരിശോധിക്കുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ പക്ഷേ പത്മകുമാർ കാര്യങ്ങൾ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഔദ്യോഗികമായി കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിക്കുകയാണ് ഈ മൊഴിയെടുക്കലിലൂടെ. സിജു.